ഭാരതീയ കലയംഗത്തിൻ്റെ പ്രഥമ ജനറൽ ബോഡി യോഗം ഞായറാഴ്ച രാവിലെ 10-ന് മലപ്പുറം മുനിസിപ്പൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കും. മുഹമ്മദ് കുഞ്ഞി കുരിക്കൾ, പി മുഹമ്മദ് അലി കുരിക്കൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗുരുക്കന്മാരുടെ കാലശേഷം പുനരുദ്ധാനമായ കലയംഗ വിദ്യ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെ പുനരുദ്ധരിക്കുക, ജനകീയമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഭാരതീയ കലയംഗം പ്രവർത്തിക്കുന്നത്. ചാപ്പനങ്ങാടി ആസ്ഥാനമാക്കിയ കൂട്ടായ്മയ്ക്ക് 15-അംഗ സ്റ്റേറ്റ് കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഭാരതീയ കലയംഗത്തിൻ്റെ പ്രഥമ ജനറൽ ബോഡി യോഗം ഞായറാഴ്ച രാവിലെ 10-ന് മലപ്പുറം മുനിസിപ്പൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കും. വളരെ കാലം പ്രാചീന കാലം തൊട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന കുലാഭ്യാസ എന്ന പേരിൽ കുലങ്ങളിലും ഗോത്രങ്ങളിലും ഒതുങ്ങി നിറഞ്ഞിരുന്ന ഒരു അഭ്യാസമുറ, അതിന് അന്ന് കുലാഭ്യാസം എന്നായിരുന്നു പേര്. കാലാന്തരങ്ങളിൽ അത് പിന്നീട് കുലങ്ങളും ഗോത്രങ്ങളും തമ്മിൽ ജോയിന്റായി പ്രവർത്തിക്കാനും ഇഴകിച്ചേരാനും ഒക്കെ ആരംഭിച്ചപ്പോൾ അതിന്റെ പേര് കളഞ്ചവൃത്തി എന്നായി മാറി. അത് കളഞ്ചവൃത്തി എന്ന പേരാണ് പിന്നീടായി. വീണ്ടും കാലങ്ങൾ കടന്നു മുന്നോട്ട് പോയപ്പോൾ അതിലേക്ക് വിദേശത്തിൽ നിന്നും ഇന്ത്യയുടെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ പല വിദ്യകളും വന്നു ചേർന്നു. അതിന് കുലാഭ്യാസം എന്ന ഒരു വിശാല അർത്ഥത്തിലുള്ള പേര് സ്വീകരിക്കപ്പെട്ടു. ആ പേരിലാണ് ഞങ്ങൾ ഇതിനെ ഭാരതീയ കലയംഗം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഭാരതീയ കലയംഗം എന്ന നാമകരണം ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തു. അതിന് കാരണം ഈ പ്രസ്ഥാനം, അതായത് ഈ കളഞ്ചവൃത്തി വിദ്യ എന്ന് പറയുന്ന കലയംഗം, അതിനെ വളർത്തിയെടുക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ ഗവൺമെന്റ് തലത്തിലോ മറ്റ് സാമൂഹ്യ തലത്തിലോ അതിനെ വളർത്തിക്കൊണ്ടുവരാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ചില ഗുരുക്കന്മാരൊക്കെ അല്പാൽപ്പൊക്കെ പല പോക്കറ്റുകളിലായിട്ട് ഇങ്ങനെ പതുക്കെ വളർന്നു വന്ന ഒന്നായിരുന്നു. ഇടക്കാലത്ത് വെച്ച് തളരുകയും ഇടക്കാലത്ത് വെച്ച് ഉയരുകയൊക്കെ ചെയ്ത് അങ്ങനെ വന്നു ഇതുവരെ കാലം വരെ. ഇപ്പോ അതിന്റെ അവസ്ഥ കുറച്ച് പ്രായമുള്ള ഗുരുക്കന്മാർ മാത്രമാണ് ഈ വിദ്യ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രായമുള്ള വിദ്യ വളരെ വിരലിലെണ്ണാവുന്ന പ്രായമുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് മാത്രമാണ് ഇന്ന് ഈ വിദ്യ ഉള്ളത്. ഈ വിദ്യ വളർത്തിയെടുക്കാൻ എന്താണ് ഒരു പോംവഴി എന്ന് ഞങ്ങൾ ചിന്തിക്കുകയും ഈ പ്രായമുള്ള പിള്ളാർമാരൊക്കെ അടുത്തടുത്തായിട്ട് ഇവിടെ വിട്ടുപോകുന്നവരാണ്. അവർക്ക് ശേഷം പിന്നെ ഈ വിദ്യ നിലവിലുണ്ടാവില്ല. അപ്പൊ അതിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും എന്താണ് വഴി എന്ന് ആലോചിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി. ഇതിനെ ജനകീയമാക്കാൻ ഭാരതീയ കലയംഗം എന്ന പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും അതേ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഗ്രാമങ്ങളിൽ പിന്നെ അതിനെ വളർത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ചികിത്സാമുറയായ ഭാരതീയ കലയംഗ മർമ്മം, അതുപോലെ തന്നെ ഭാരതീയ കലയംഗ ചികിത്സാ രീതികളൊക്കെ ഈ കൂട്ടത്തിൽ പഠിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ സാമൂഹികമായും സാംസ്കാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകാനും ലഹരി, അതുപോലെ തന്നെ അക്രമം, അതുപോലെയുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് സമൂഹത്തെയും ചെറു തലമുറകളെയും സംരക്ഷിച്ചു നിർത്തുവാനുമുള്ള ഒരു പ്രവർത്തന മേഖലയായിട്ടാണ് ഞങ്ങൾ സംരംഭത്തെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടുവരുന്നത്. മുഹമ്മദ് കുഞ്ഞി കുരിക്കൾ, പി മുഹമ്മദ് അലി കുരിക്കൾ, എൻ അബ്ദുറഹ്മാൻ, അഹമ്മദ് കബീർ കുരിക്കൾ, അബൂബക്കർ കുരിക്കൾ, ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.